ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയിൽ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന സ്റ്റാളുകളിലൊന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റേതാണ്. കുട്ടികളുടെ നൈപുണ്യം പ്രദർശിപ്പിക്കുന്ന സ്റ്റാളിൽ അത്യാധുനിക സുരക്ഷയോടുകൂടിയ വീടുകൾ മുതൽ റോബോട്ടുകളുടെ ചെറിയ പതിപ്പ് വരെ കാണാം. ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മികവുറ്റ നൂതന സാങ്കേതിക വിദ്യകളുടെ കൂടിച്ചേരലുകളാണ് പ്രധാനമായും പ്രദർശിപ്പിക്കുന്നത്. മഴ പെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി അടയുന്ന അഴ മുതൽ തീയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന വീടുവരെ കുട്ടികളുടെ മികവിൽ ഉരുത്തിരിഞ്ഞതാണ്. സാർ, ഇതൊരു സാധാ വീടല്ല, ഇതൊരു സ്മാർട്ട് വീടാണ്. കാരണം എല്ലാം കൊണ്ടും ഒരു സ്മാർട്ട് ആയിട്ടുള്ളൊരു വീടാണ്. കാരണം നമ്മൾ ഡോറ് തുറക്കുമ്പോഴും നമ്മൾ കൈ കൊണ്ട് തുറക്കേണ്ട ആവശ്യമില്ല. ഇത് ഓണറിന്റെ കയ്യിൽ ഈ കാർഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഈ കാർഡ് കാണിച്ചാൽ തന്നെ ഡോർ ഓട്ടോമാറ്റിക്കായി തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വീട്ടമ്മമാരെ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് മഴക്കാലത്ത് തുണി അയിൽ തോരിയിട്ടതിന് ശേഷം മഴ നനയുന്നത്. അതിനൊരു ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ്. വെള്ളം വല്ലതും തട്ടിയ ഈ സെൻസർ തട്ടിയ ഓട്ടോമാറ്റിക്കായിട്ട് സൺഷൈൻ്റെ ഉള്ളിൽ ഡ്രസ്സ് പോകും. പിന്നെ വെള്ളം പോയതിന് ശേഷം മാത്രമാണ് ഡ്രസ്സ് പിന്നെയും വരുള്ളൂ. കുട്ടികളുടെ കലാപരിപാടികളും ക്വിസ് മത്സരങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളുകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് 10 വരെയാണ് പാലക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ മൈതാനത്ത് ഇന്ത്യ കേരളം പ്രദർശന വിപണന മേള നടക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.